അല്ലാഹുവേ നീയാണ് വലിയവന്, അല്ലാഹുവേ നീയാണ് വലിയവന് എന്ന് ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ പറയുന്നത് സത്യമാണോ എന്ന് അല്ലാഹു നിന്നെ ടെസ്റ്റ് ചെയ്യുമടാ. പടച്ചവൻ നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, പിടിച്ച് നിന്നെ കുലുക്കുകയാണ്, നിന്നെ നല്ലതുപോലെ അല്ലാഹു അളക്കുകയാണ്. ജയിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകൂ. എങ്ങനെയാണ് അല്ലാഹു പരിശോധിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തതാർക്കാ? അബൂജഹലിനാണോ, ഉത്ബത്തിനാണോ, നമ്രൂദിനാണോ, ഖാറൂനിനാണോ, ഫിറഔനിനാണോ? അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലാഹു കൊടുത്തത് ഇവന്മാർക്കാർക്കുമല്ല, പിന്നെ ആർക്കും അറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലഗാ അൽ അംബിയാ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്ക്, ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചതാരെയോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, മൂസാ നബിയല്ല, ഇബ്രാഹിം നബിയല്ല, ദാവൂദ് നബിയോ, യാക്കൂബ് നബിയോ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഹാറൂൻ നബിയോ, സുലൈമാൻ നബിയോ, സക്കരിയാ നബിയോ, യഹ്യാ നബിയോ, ദാവൂദ് നബിയോ? പടച്ചവനെ, യൂനുസ് നബിയോ, യൂസുഫ് നബിയോ, ഈസാ നബിയോ ആയിരുന്നില്ല. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത്, ഏറ്റവും കൂടുതൽ അല്ലാഹു കരയിപ്പിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ, നബി തങ്ങൾ തന്റെ പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഉമ്മാനെ കണ്ടു തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. നബി തങ്ങളെ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചല്ലോ, ഒരുപാട് വേദനിപ്പിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും അല്ലാഹു വേദനിപ്പിക്കുമടോ, നമ്മളെയും അല്ലാഹു പരീക്ഷിക്കുമടോ? നമ്മുടെ ഈമാൻ അല്ലാഹു അളക്കുകയാണ്.